എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ അടുത്ത് ഒരു സാൻഡ് ബാങ്ക് കാണാൻ പോവുകയാണ്. നമ്മൾ കടൽ തീരത്തേക്കൊന്നും പോവുകയാണ്. ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 4:45 ആയപ്പോഴേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും തന്നെ വേഗം ഒരു ഓട്ടോ കിട്ടി. വേഗം കിട്ടി ഓട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ആയില്ലേ, ഇപ്പം 5 മണിയൊക്കെ ആയി. ഇപ്പോഴത്തേനും അസ്തമയമൊക്കെ കാണുന്നത് ഇനി എന്താവും, ശരിക്കും കാണാൻ പറ്റില്ലേ എന്നൊക്കെയായിരുന്നു ഞങ്ങളല്ലേ. എന്നാലും വേഗം ഓട്ടോ കിട്ടിയതുകൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ റോഡാണ് ഇത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ 6 വരി പാതയാക്കുകയാണ്. വടകര, കണ്ണൂർ, അങ്ങോട്ടേക്കുള്ള കോഴിക്കോട് കേട്ടിട്ടില്ലേ 6 വരി പാതയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് റോഡിൽ ഭയങ്കര സ്പീഡിൽ പോകും കേട്ടോ വാഹനങ്ങൾ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്തു നിന്നൊന്നും പെട്ടെന്ന് തിരിഞ്ഞ് ആ റോഡിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ. കണ്ടില്ലേ, നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഭാഗമൊക്കെ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ്. അത് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ച് ദൂരം നമ്മളെ റോഡും കഴിഞ്ഞ് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരാനായിട്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ആദ്യം കുറേ കാലത്തിന് ശേഷമൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് എവിടെ ഇറങ്ങേണ്ടതെന്ന് പോലും അറിയില്ല. ബസ്സിലൊക്കെ വരുന്നത് വെച്ചാൽ എവിടെ ഇറങ്ങേണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയായിട്ടുണ്ട് ഇപ്പോൾ. അവിടുത്തെ മൂരാട് പാലമൊക്കെ പൊളിച്ചു, നല്ല അടിപൊളി പാലമൊക്കെ ആയി. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് കഴിഞ്ഞ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോർട്ട് കട്ടിൽ കയറിയതാണ്. ഇപ്പോൾ റെയിൽ പാലം കണ്ടില്ലേ, അടിപൊളി. ഇവിടെ ഞങ്ങൾ വീട്ടിലേക്ക് ശരിക്കും കേൾക്കാം കേട്ടോ. പിന്നെ തീവണ്ടി പോകണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ തീവണ്ടിൻ്റെ അത് ശരിക്കും കേൾക്കാൻ പറ്റും, എപ്പോഴും ഉണ്ടാവും. ഏതാണ്ട് നമ്മുടെ ബീച്ചൊക്കെ എടുത്തെത്താനായി. കണ്ടില്ലേ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവിടെതാ നല്ല പാലം, പുഴ, നല്ല കറുത്ത വെള്ളം എന്ന് പറയാം. അത് കഴിഞ്ഞ് അവിടെ ബീച്ച് പോയിട്ട് കയറി കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ നല്ല കാറ്റല്ലേ ഓട്ടോയിൽ പോകുമ്പോൾ, നല്ല രസമല്ലേ. അതാ നമ്മുടെ ബീച്ചിലേക്ക് കണ്ടില്ലേ, പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. ഓരോ വാഹനത്തിനുണ്ടാവും, ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു പാർക്കും ഉണ്ട്. അപ്പോൾ അവിടേക്കാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പറ്റും. കണ്ടില്ലേ, അവിടെ എഴുതി വെച്ചാൽ സാൻഡ് ബാങ്ക് വടകര. കണ്ടോ, ഇതാണ് നമ്മുടെ ഏരിയ. മുകുട്ടേക്ക് ഏതാ പിടിച്ച് വലിക്കുക തന്നെ, ഒന്ന് വേഗം വാ ഇങ്ങോട്ടേക്ക്. അവിടെ പോയിട്ട് കളിക്കാനാണ്. എന്താ പറയുക, പാർക്കൊക്കെ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുണ്ട്. അപ്പോൾ അടിപൊളി. കണ്ടോ, എന്താ സുഖം. എന്താ പറയുക, കാറ്റ്, നല്ല കടൽക്കാറ്റും വൈകുന്നേരത്തെ അസ്തമയ സൂര്യൻ്റെ വെളിച്ചം, അതേപോലെ ആ ഒരു സുഖമുള്ള വെയിലും, നല്ല കടുപ്പില്ലാത്ത സുഖമുള്ള ഒരു വെയിൽ. എന്തൊരു ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും വെറുതെ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിറഞ്ഞു ആളുകൾ. കുഞ്ഞിതാ ഒരു കുഞ്ഞാപ്പിൻ്റെ പറ്റി. അപ്പം ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ അങ്ങോട്ടേക്ക് പോയാൽ കുഞ്ഞുങ്ങളെ പാർക്കാണ്. എൻ്റെ കുഞ്ഞാലൊക്കെ അത് ആടുന്നു. അമ്മക്കുട്ടിക്കാണ് അവിടേക്ക് പോകാനുള്ള തിരക്ക്. പിന്നെ അവിടെ ഒരു ചെറിയ ടീ സ്റ്റോളും ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ തന്നെ ചായ വേണമെങ്കിലൊക്കെ കഴിക്കാം. പിന്നെ പോപ്കോൺ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇവിടേക്ക് സ്റ്റെപ്പ് കയറുക നമുക്കിനി. അതിൻ്റെ ഈ സ്റ്റെപ്പ് കയറിയ മുമ്പോട്ട് കാണുന്നത് കടൽ. നേരെ ഇപ്പോൾ അവിടെ കാണുന്നില്ല, അവിടെ ആ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പുഴയാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുന്ന ഭാഗമുണ്ട്, അത് കാണാം നമുക്ക് കേട്ടോ. അപ്പോൾ അതാ നല്ല എന്തൊരു ഭംഗിയാണ്. ഇവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അമ്മക്കുട്ടി ആയൊക്കെ പറയുന്നത് കടൽക്കാറ്റുകൊണ്ട് എന്തോ ഒരു സുഖം. അങ്ങനെ പോകണം. ഒക്കെ ഈ പാർക്കിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അവിടെ കളിക്കുന്നത്. അത് നല്ല എന്തൊരു ഭംഗി. ഈ ചെടി കണ്ടില്ലേ, കുഞ്ഞു മക്കളെ ഏരിയ എന്ന് പറയാം. അങ്ങനെ അമ്മക്കുട്ടി അവിടെ നിർത്തിയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ പാർക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് പോവുകയാണ്. പാർക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം.
അങ്ങനെ കുട്ടികളൊക്കെ എങ്ങോട്ടാ ഓടിക്കളിക്കേണ്ടതെന്നുള്ള തേരാപ്പാര ഓടിക്കളിക്കേണ്ട, ഇഷ്ടം പോലെ വിശാലമായ സ്ഥലം ഇങ്ങനെ കിടക്കില്ലേ. അങ്ങനെ അവിടെ പാർക്കിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അമ്മക്കുട്ടി പിന്നെ അങ്ങോട്ടേക്ക് കയറി. പിന്നെ അവൾക്ക് കൂട്ടിന് അവൾ അച്ഛനും പോയിരുന്നു കേട്ടോ. പിന്നെ ആരെങ്കിലും ഒന്ന് വേണ്ടേ, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ നിന്നു. അവളെ കൂടെ അച്ഛനവിടെ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് പുഴ. ഈ പുഴ അങ്ങോട്ടേ കടലിലേക്ക് ചേരുന്നതാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ പാർക്ക്. സേഫ്റ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല കമ്പി വേലി ഒക്കെയാണ് ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടാൽ നല്ല ഭംഗിയല്ലേ. നമുക്ക് വീഡിയോ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടി, പാട്ടൊക്കെ എടുക്കാൻ വേണ്ടി തോന്നും കേട്ടോ. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കണ്ടിട്ട്. പക്ഷേ എന്തോ അവിടെയൊക്കെ ആളുകളുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ ഒരു മടി അവരെ മുമ്പിൽ നിന്ന് കളിക്കാനൊക്കെ. പിന്നെ അതുകൊണ്ട് എന്താ ഷോർട്സ് ഒന്നും എടുക്കാതൊന്നുമില്ല. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാൻ. പിന്നെ ഇവിടെ ഈ പുഴയും കടലും ചേരുന്ന ഈ ഭാഗത്ത് ഇവിടെ ആരും ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു പെണ്ണുങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് കിടക്കാൻ പറ്റില്ല. അവർ വലിയ വലിയ ആളുകൾ എന്തൊക്കെയോ അങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മൾ നോക്കിയിട്ടതില്ല പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്. പിന്നെ പോയിട്ടില്ല. എന്താ കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗമാണ്. അതിനൊരു ഭംഗിയാണല്ലേ, പുഴയുടെ നിറം, അതിൻ്റെ അവിടെ ആപ്പ് സൂം ചെയ്ത് കണ്ടു. അവിടെ ഒരു നായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോയിട്ട് ഇതാ കടൽ, അതാണ് കടൽ. പുഴ ചേരുന്നത് കടലിലേക്ക്. കടലാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. അപ്പോട്ടും കുറച്ച് വീഡിയോയും ഷോയും എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിന് ഫോണിൽ സ്റ്റാറ്റസ് ഇടണം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, പ്രൊഫൈൽ ഓരോരോ മോഡലിലൊക്കെ ഫോട്ടോ എടുത്തു. ഇനി ഇവിടെയാണ് കടൽ, അങ്ങോട്ടേക്ക് നമുക്ക് കിടക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മരവും അതിൻ്റെ അടുത്ത് അസ്തമയ സൂര്യനൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി, അങ്ങനെ അതും കൂടെ എടുക്കാമെന്ന് വെച്ച് വീഡിയോ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു മോനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്, എന്താ അങ്ങ് വാനക്കോടിലെ പാട്ടൊക്കെ. പക്ഷെ അവൻ മുഴുവനായിട്ട് പാടിയില്ല കേട്ടോ. മുഴുവനായിട്ട് പാടിയില്ലെങ്കിൽ വീഡിയോ പിടിക്കാമെന്ന് വെച്ചിരുന്നു. പക്ഷെ അവൻ പാടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് അവൻ അമ്മേൻ്റെ അടുത്ത്. അറിയില്ല എന്നോ വന്നെയാണ് കേട്ടോ അവർ. അതാ കമ്മീൻ്റെ മേലെ പിടിച്ച് തൂങ്ങുന്നവന്. അങ്ങനെ നമ്മൾ പതുക്കെ കടൽ തീരത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ വേണം കേട്ടോ. അതിന് വലിയവർക്ക് 10 രൂപയും ചെറിയ കുട്ടികൾക്ക് 5 രൂപയാണ് ചാർജ്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിൽ കയറണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, അല്ലാതെ കയറാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ നമുക്ക് കടൽ തീരത്ത് പോയിട്ട് കളിക്കാനാണെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മൾ പോകും. പിന്നെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ക്യാമറ കൊണ്ടാണ് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് 500 രൂപ വേണം. മൊബൈൽ ഫോണിന് അതിന് ഒന്നും വേണ്ട, അതിന് ചാർജ് ഒന്നും വേണം. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാം. അപ്പോൾ കണ്ട എന്തൊരു ഭംഗിയാണ്. മരങ്ങളൊക്കെ വലിയ മുത്തശ്ശി മരങ്ങളൊക്കെ ഉണ്ട് അവിടെ, കുറേ കാലം മുമ്പേ ഉള്ളത് അവിടേക്ക്. അപ്പോൾ നമ്മൾ പാർക്കിൽ പോയിട്ട് അമ്മക്കുട്ടീനെ കൂട്ടിയിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാൻ. അപ്പം അവളാണെങ്കിൽ വരുമോ എന്നുള്ള സംശയമാണ്. ഞങ്ങൾ പോവുകയാണ് കൂട്ടാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക് കാറൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഓടിക്കാൻ റിമോട്ട് നമ്മുടെ കയ്യിൽ തരും. കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ റെഡി ചെയ്യാൻ പറ്റും. പക്ഷേ അമ്മക്കുട്ടീനെ നമ്മൾ കുറേ നിർബന്ധിച്ച് നമ്മൾ ചോദിച്ചു നോക്കിയാൽ പറ്റില്ല. അതിന്റെ ബ്രേക്ക് എവിടെയാണെന്ന് എനിക്കറിയാം. അതുപോലെ തിരിച്ചെത്തുന്ന പണി എനിക്കറിയാം. ഇതുണ്ടോ പാർക്കിലെടുത്തങ്ങ് കയറി ഇരിക്കുന്നത് മരക്കുന്ന പോലെ. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ അമ്മക്കുട്ടീനെയും കൂട്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അവിടെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്, ചായ വാങ്ങി കുടിക്കുന്നുണ്ട്, നമ്മുടെ പോപ്കോൺ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് കാറിൽ എന്തായാലും അമ്മ കയറുന്നില്ല എന്ന് അമ്മ തീരുമാനിച്ചു. അവൾക്ക് പേടിയാണ്. ഞാൻ കയറുന്നില്ല എന്ന് തീരുമാനിച്ചത്. കുറേ ഞങ്ങൾ ശ്രമിച്ചു നോക്കിട്ടോ. രസമല്ലേ അത് വീഡിയോ എടുക്കുകയും ചെയ്യാതെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്. കഴിഞ്ഞു. പിന്നെ നമ്മൾ ചോദിച്ചില്ല. നമ്മൾ നേരെ പുറത്തിറങ്ങി അതെ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ വാഹനങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ വന്ന കാര്യം എന്താണ്, സമയം കാണാനാണ്. അപ്പോൾ കറക്റ്റ് ടൈമാണ്. ഞങ്ങൾ അധികം നേരം വൈകിട്ടില്ല.
കവച്ച് വെച്ച് പോയിക്കൊണ്ടിരിക്കണം മണൽ. ഞാൻ എൻ്റെ ചെരുപ്പ് ഇവിടെ ഊരി വെക്കട്ടെ, നമുക്ക് ഇവിടെ ഇവിടെ ഊരി അപ്പോൾ അമ്മ ഞാനും ഞങ്ങൾ 3 പേരുമാണ് ഇപ്പം അങ്ങനെ പറയാം. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ട് ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് ചായ കൊടുക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാനോട് വിചാരിച്ചു. പാട്ടൊക്കെ അങ്ങനെ വീഡിയോസ് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോഴത്തേനും ഇവർ 2 പേരും പാൻറ്റൊക്കെ പൊക്കി ചെരുപ്പൊക്കെ അഴിച്ച് ഇവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, പിന്നെ വേറെ അങ്ങോട്ട് തീർത്തില്ല, അതിൽ കളിക്കും. അപ്പോൾ അസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇത്രയും ഭംഗിയുള്ളൊരു എന്താ പറയുക, നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ നോക്കിയിരിക്കും. തിര വരുന്നതും അല്ലേ, കടൽക്കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. പ്രത്യേക ശാന്തതയും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ഒരു സമാധാനമൊക്കെയാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. അപ്പോഴും അമ്മൊന്നും വലിയ പേടിയൊന്നുമില്ല കേട്ടോ, കളിക്കാനും വെള്ളത്തിൽ കളിക്കാനായിട്ട്. പക്ഷേ എനിക്കാ പേടി, അവിടെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും എനിക്ക് പേടി. പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതേപോലെ അമ്മയും ഞാനും അച്ഛനും എല്ലാവരും കൂടെ അങ്ങനെ ബീച്ച് കാണാൻ പോയ സമയത്ത് അമ്മയും ഞാനും കൂടി ഒരു സ്ഥലത്ത് നിന്നുണ്ട്. അവിടെ തിര വന്നിട്ടപ്പോൾ ഞാൻ വീണ് വെള്ളത്തിൽ. അങ്ങനെ കൂടി ഞാൻ വിചാരിച്ച് ഞാൻ ഒഴുകിയപ്പോൾ അമ്മേൻ്റെ കൈ വിട്ടുപോയി. അമ്മേനെ പിടുത്തം കിട്ടുന്നില്ല. ഞാൻ അങ്ങ് ഒഴുകിപ്പോയി. കുറച്ച് ദൂരം അങ്ങോട്ടൊന്ന് അപ്പം തന്നെ അടുത്ത തിര വന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടെ ഒരു തള്ളൽ നിന്നിട്ട് വന്നിട്ട് ആ തള്ളൽ തന്നെ അമ്മ എന്നെ പിടിച്ചില്ല. നമുക്ക് വെള്ളത്തിൽ മുങ്ങി അപ്പാടെ തല മൊത്തം മുങ്ങിയപ്പോൾ ഞെട്ടിപ്പോയി. ആദ്യം വെള്ളത്തിൽ പോയി, കടലിൽ പോയി എന്നുള്ളൊരു ചിന്തയായിപ്പോയി സെക്കൻഡുകൾ കൊണ്ട്. അപ്പോഴത്തേനും പിടുത്തം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ 2 ചെരുപ്പും പോയി, അമ്മേൻ്റെ ചെരുപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഒരു പേടി പേടിച്ചു അന്ന്. അതുകൊണ്ട് എന്താ, കടൽ കണ്ടാൽ ഇപ്പോഴും പേടിയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും പേടിയാണ്. ഇവർക്ക് ധൈര്യത്തിൽ ഇവർ പോകും. പക്ഷെ വീഴുമ്പോഴാണ് നമുക്ക്, ബാലൻസ് ഇല്ലാണ്ട് വീണ് കഴിഞ്ഞാലാണ് നമുക്ക് പേടി. പിന്നെ ആ തിരേൻ്റെ കൂടെ അങ്ങ് പോകും. അങ്ങനെ അവർ 2 പേരും അവിടെ നിന്ന് നല്ല എന്താ പറയുക, വെള്ളത്തിൽ അപ്പാടെ വീണ് കിടക്കണോ എന്ത് ചെയ്യണ്ടോ എന്ന് വിചാരിച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അമ്മയും കൂടെ ഞാൻ പിന്നെ ഷൂ ഒക്കെ അവിടെ അയച്ചു വെച്ചു. അമ്മുക്കുട്ടി പിന്നെ അവളെ വളയൊക്കെ ഒരു പ്രാവശ്യം വീണ് കേട്ടോ. അമ്മ എൻ്റെ കയ്യിൽ തന്നതായിരുന്നു വള. അവളെൻ്റെ കയ്യിൽ ഇട്ട് തന്നത് അമ്മേൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി വന്നിട്ട്. പക്ഷെ അത് താഴെ വീണ് ഒറ്റ ഓട്ടത്തിന് അവൾ എടുത്തിട്ടോ, ജസ്റ്റ് മിസ്സ്. തിര വന്നു അപ്പത്തേനും അവളെടുത്തു. പിന്നെ എല്ലാവരും നല്ല കളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക, ഈ മണലിൽ നമ്മൾ പേര് എഴുതി വെക്കൂലേ, പേരല്ല നമ്മുടെ നാളെ എഴുതി വെക്കൂലേ, ചോദ്യനാളൊക്കെ. ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടോ, ഞാനും അമ്മയും ഒക്കെ നോക്കി. അമ്മൻ്റെ പേരൊക്കെ എഴുതി നോക്കിയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. അവൾ ധൈര്യത്തിലൊക്കെ നിൽക്കുമെങ്കിലും കൂടിയിട്ട് വലിയ തിര വരുമ്പോൾ ചെറിയൊരു പേടിനപ്പോഴത്തേക്ക് അവൻ്റെ കൈ പിടിക്കൂട്ടോ വേഗം. അപ്പോൾ അസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ പറയൽ, സൂര്യൻ കടലിൽ താഴ്ന്നല്ലേ പറയുക. സംഭവം അങ്ങനെയല്ല, എന്നാലും നമ്മളങ്ങനെ പറയാം, കടലിൽ താഴ്ന്നു. അപ്പോൾ ആ കടലിൽ താഴ്ന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടം വരെ എത്തി. അവർക്ക് പേടിയുണ്ട്, കുറച്ച് പേടിയുണ്ട്, പക്ഷേ കുറച്ച് ധൈര്യമുണ്ട്. രണ്ടും കൂടെയാണ്. അങ്ങനെ അതാ അവിടെ ചോദ്യം എഴുതിച്ചിട്ടുണ്ട് കേട്ടോ കുറേ. അതൊക്കെ അതാ അടുത്ത തിര വരുമ്പോഴത്തേനും പേടി അവൾക്ക്. അയ്യോ, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക, പോകുന്നില്ല എന്ന് കണ്ടാൽ അപ്പം എഴുതും ബാക്കി. അങ്ങനെ അത് 2-3 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൾ. പക്ഷെ അതൊന്നും ഒന്ന് കൊണ്ടുപോയി, മറ്റതൊന്നും കൊണ്ടുപോയിട്ടില്ല ആ സമയത്ത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞാൽ തിര വരുമല്ലോ. അപ്പോഴത്തേക്കും വേറെ കുഞ്ഞു മോൻ അവിടെ കുഴിക്കുന്നുണ്ട്, അവിടെ മോള് മണലൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. അത് ഇവർ 2 പേരും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ആസ്വദിക്കുകയാണേ അവിടെ നിന്നിട്ട്. കടലിൽ കണ്ടുകൊണ്ടിരിക്കുക.
സമയത്ത് കാണാനായിട്ട് അവള് വീണ്ടും 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 എഴുതി വെക്കുന്നുണ്ട് ചോതി ചോതി ചോതി. എൻ്റെ നാളും ചോദ്യമാണ്. അപ്പോൾ അമ്മൂട്ട് പറയൂ, അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട, അമ്മേനെ കടൽ കൊണ്ടുപോകും, അമ്മേൻ്റെ നാള് കടലമ്മേൻ്റെ നാളാണ്, അമ്മേൻ്റെ നാള് വരുന്നുണ്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അവിടെ തടുത്ത് നിർത്തിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെറുതെ തമാശക്ക്. ഞാൻ എന്നെ കല്യാണം കഴിച്ച് വന്നിട്ട് വരാറൊക്കെ കല്യാണം കഴിച്ച് വന്നിട്ടിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇതുവരെ അവിടെ കടൽ കാണാൻ പോയിട്ടില്ല കേട്ടോ. നമ്മൾ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല മഴക്കാലത്തൊക്കെ വീട്ടിലേക്ക് വരാൻ ഒച്ച കേൾക്കാൻ പറ്റും. അത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയ പുഴയുണ്ട്, കടലിലേക്ക് നമ്മുടെ കടൽക്കൈയാണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഒച്ച കേൾക്കാം നമ്മുടെ വീട്ടിലേക്ക് പേരടിക്കുന്ന മഴക്കാലത്ത്, പെരുമഴക്കാലത്ത്. അപ്പോൾ ഉള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെക്ക് നമ്മൾ റീൽസൊക്കെ എടുത്തു കേട്ടോ, ഷോർട്സൊക്കെ എടുത്തു. ഞാനത് വീഡിയോ ഇട്ടിട്ടില്ല. എൻ്റെ ഷോർട്ടൊക്കെ എടുത്തത് ഇട്ടു. അമ്മ മതി മതി, ഇവിടെ വാ. അതവിടെ അറ്റത്തല്ലേ. സൂര്യൻ അസ്തമിക്കാനായി സൂര്യനൊക്കെ ആകാശം
സൂര്യൻ പകുതിയിട്ടാണ് കേട്ടോ, പകുതിയെ കാണുന്നുള്ളൂ ഇപ്പോൾ. എല്ലാ സമയം കൊണ്ട് സൂര്യനെ കാണാതെ കണ്ടു. അങ്ങനെ അസ്തമയവും കണ്ടു. ആ കടൽക്കരയും ആകാശവും എന്തൊരു ഭംഗിയാണ്. അവിടുന്ന് കൊണ്ട് പോരാൻ തോന്നില്ല. അപ്പോൾ അന്ന് അത് നോക്കി നിന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറേ സമയം കഴിച്ചു. നല്ല സന്തോഷമായിട്ടിനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കണം. നമ്മൾ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അവർക്ക് വരാൻ തോന്നുന്നേയില്ല. കുറച്ചും കൂടെ നിൽക്കട്ടെ വന്നു. അമ്മോ മാഡം അമ്മോ പ്ലീസ് അമ്മ, പ്ലീസ്. കളിക്കല്ലേ നമ്മേൽ നനക്കല്ലേ. അമ്മോ ദൈവമേ നോക്ക്. കാരണം എന്താ അറിയോ, ഇവിടെയുള്ള തിര ബാക്കോട്ട് പോകുമ്പോ രണ്ടിനും കൂടെ ഫോഴ്സ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അസ്തമയമൊക്കെ കഴിഞ്ഞ്
തിരിച്ചു പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് അപ്പോഴത്തേനും സെക്യൂരിറ്റി വിസിലടിക്കുന്നുണ്ട്. പിന്നെ ഇരുട്ടായല്ലോ, ഇനി തിരഞ്ഞെടുത്തേക്കൊന്നും ആരും നിൽക്കണ്ട. അപ്പോൾ വിസിലടിക്കുന്നുണ്ട്. അവിടെ മക്കളെ രണ്ടാളും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നിട്ടില്ല. ഇനി ആ വിസിലടിയൊക്കെ കേട്ടതുകൊണ്ടിപ്പോൾ അവർ ഇങ്ങ് പോകുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടൗണിലെത്തി. അവിടെ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ച് വീട്ടിൽ തിരിച്ചു പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ടിന് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞാൻ കണ്ടേ, ഞാൻ കണ്ട്. അങ്ങോട്ടേ അങ്ങോട്ടേ